ഇസ്രയേൽ ഗാസ ഏകദേശം 25,000-ൽ പരം ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞു. 62,300-ൽ പരം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നൊരു വിവരം ഗാസ ഹെൽത്ത് മിനിസ്ട്രി അറിയിച്ചിരിക്കുന്നു. 25,000 പേരിൽ പരം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇനിയും ഈ ഒരു യുദ്ധം അവസാനിച്ചില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. ഇസ്രയേൽ ഗാസ എന്ന് പറയുമ്പോൾ ഇസ്രയേലിന് അനുകൂലമായും ഗാസയ്ക്ക് എതിരായും എത്ര രാജ്യങ്ങൾ ഒന്നു ചേർന്നിരിക്കുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പ്രധാനമായും പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം ഇസ്രയേലിന് അനുകൂലമായും അതുപോലെ ഗാസയ്ക്ക് എതിരായിട്ടുമാണ് ഉള്ളത്. ഏകദേശം 50 തവണ ഒരു രാജ്യം ഗാസയെ ഒറ്റുനോക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഒറ്റുനോക്കിയത് മാത്രമല്ല, ആ റിപ്പോർട്ടുകൾ ഇസ്രയേലിന് യഥാക്രമം കൈമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരാഴ്ച മുമ്പ് ഇറാഖിൽ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിനെതിരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഇറാനിലെ പ്രധാനപ്പെട്ടവരെ സിറിയയിൽ വെച്ച് ഇസ്രയേൽ കൊലപ്പെടുത്തിയെന്നൊരു വിവരം ഇസ്രയേൽ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറാൻ ചെയ്ത ആക്രമണത്തിന് ഒരു റിവഞ്ച് ഇസ്രയേൽ ചെയ്തു കഴിഞ്ഞു. ഇസ്രയേൽ ഗാസ പ്രശ്നത്തിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈയൊരു യുദ്ധം ഇസ്രയേൽ ഗാസ വിട്ട് ലെബനനിലേക്ക് പോയി എന്ന വാർത്ത വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫയറായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെബനനിൽ ഒരു കാർ പോകുന്നു, ആ കാർ ഫോളോ ചെയ്തുകൊണ്ട് ഒരു ഡ്രോണും പോകുന്നുണ്ട്. പിന്നീട് ഈ ഡ്രോൺ ആ കാറിൽ ആക്രമണം നടത്തുന്നു. ഈ ഒരു ആക്രമണം നടത്തിയത് ഇസ്രയേൽ ആണെന്ന് ലെബനൻ പറയുന്നു. ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രയേൽ ആക്രമണം നടത്തി എന്നൊരു വാർത്ത ഫയറായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് കാരണം? ആ കാറിൽ തീവ്രവാദികൾ ഉണ്ടായിരുന്നു. ആ തീവ്രവാദികളെ കൊലപ്പെടുത്താനാണ് ആക്രമണം നടത്തിയത്. യെസ്, ഞങ്ങളാണ് ചെയ്തത് എന്ന് ഇസ്രയേൽ തന്നെ വാർത്ത പുറത്തുവിട്ടു. ലെബനനിൽ മാത്രമല്ല ആക്രമണം നടത്തിയത്. അടുത്തത് സിറിയയുടെ തലസ്ഥാനം ഡമാസ്കസ്. അവിടെയും ഡ്രോൺ അറ്റാക്ക് നടത്തിയിരിക്കുന്നു. സിറിയയിൽ നടത്തിയ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ 5-ൽ 4 പേർ ഇറാന്റെ IRGC-യിൽപ്പെട്ടവരാണെന്ന് പറയുന്നുണ്ട്. IRGC പ്ലാനിംഗ് കമ്മിറ്റി അംഗങ്ങളാണെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഈ ഒരു വാർത്ത ഇറാനും കൺഫേം ചെയ്തിട്ടുണ്ട്. യെസ്, നമ്മുടെ 4 IRGC മെമ്പേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന്. എന്തുകൊണ്ട് സിറിയയിൽ ഇസ്രയേൽ ഈ ഒരു ആക്രമണം നടത്തുന്നു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ചു ദിവസം മുമ്പ് ഇറാൻ ഇറാഖിലുള്ള മൊസാഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിനെതിരെ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ നിരവധി മൊസാഡ് ഏജന്റ്സ് കൊല്ലപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ഇസ്രയേലിന് അതൊരു അപമാനമാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇസ്രയേൽ എന്ത് ചെയ്തു? ഇറാന്റെ IRGC കമാൻഡർ കമ്മിറ്റി അംഗങ്ങൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവരെ അന്വേഷിച്ച് അവരെ കൊലപ്പെടുത്തി. ഈ യുദ്ധം വീണ്ടും യമനിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. 2 ദിവസം മുമ്പും അമേരിക്ക ഹൂതീസിന്റെ സ്ഥാനം എവിടെയാണെന്ന് അന്വേഷിച്ച് അവിടെയൊക്കെ ആക്രമണം നടത്തിയിട്ടുണ്ട്. യമനിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നു. കഴിഞ്ഞ ദിവസം വന്ന ആരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു വാർത്ത, ഹിസ്ബുള്ളയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളും ഇറാന്റെ IRGC കമ്മിറ്റി അംഗങ്ങളും പ്രധാനപ്പെട്ട അംഗങ്ങളും യമനിലേക്ക് പോയിരിക്കുന്നു. ഒരു മീറ്റിംഗ് ചേരാൻ പോകുന്നു. ആ ഒരു മീറ്റിംഗിന് ശേഷം ഇപ്പോൾ നടക്കുന്നതെല്ലാം തലകീഴായി മാറുമെന്നും പറയുന്നുണ്ട്. ഓൾറെഡി യമനിൽ ഹൂതീസ് ഉണ്ട്, ഇപ്പോൾ ഹിസ്ബുള്ളയും പോകുന്നു, അതുപോലെ ഇറാന്റെ IRGC അംഗങ്ങളും പോകുന്നുണ്ട്. ഇവരെല്ലാം ചേർന്ന് ഒരു ഫോഴ്സ് രൂപീകരിക്കാൻ പോവുകയാണോ? അതോ യമനിലെ ഹൂതീസിന് ഞങ്ങൾ സപ്പോർട്ടായിട്ടുണ്ട് എന്ന് പറയുമോ? ഇനി അഥവാ ഈ യമൻ ഹൂതീസിന് വേണ്ടി ആയുധങ്ങൾ ഞങ്ങൾ കൊടുക്കും, അല്ലെങ്കിൽ ട്രെയിനിങ്, നേരിട്ടുള്ള ട്രെയിനിങ് തന്നെ ഞങ്ങൾ കൊടുക്കും, ടെക്നോളജി ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് അവർ പറയുമായിരിക്കുമോ? ഹിസ്ബുള്ള കൂടാതെ ഇറാൻ IRGC ഇങ്ങനെ പറയുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു ഭാഗത്ത് 3 സംഘടന, ഹിസ്ബുള്ള, യമനിലെ ഹൂതീസ്, അതുപോലെ തന്നെ ഇറാനിലെ IRGC. മറ്റൊരു ഭാഗത്ത് ഹമാസ്, ഹെസ്ബുള്ള. ഇങ്ങനെ പാശ്ചാത്യ രാജ്യങ്ങൾക്കും അതുപോലെ അമേരിക്കയ്ക്കെതിരായും 2 സൈഡിലായി 3 സംഘടനകൾ ചേർന്ന് ആക്രമണം നടത്താൻ പോകുന്നു. UK-യുടെ ഷാഡോ ഫോറിൻ മിനിസ്റ്റർ പറയുന്നു ബൈഡൻ ഈസ് കറക്റ്റ് എന്ന്. അതായത് 2 സ്റ്റേറ്റ് പോളിസി മാത്രമാണ് ഇതിന് ഒരു സൊല്യൂഷൻ. ഇസ്രയേലിന് ഇസ്രയേലും പാലസ്തീനിയൻസിന് പാലസ്തീനുമായി 2ആയി ഡിവൈഡ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസവും ഹമാസ്, ഹിസ്ബുള്ള ഇവരുടെ അനുകൂലിക്കുന്നവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഭാഗം മുതൽ ഈ ഭാഗം വരെ, അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ, നോർത്ത് മുതൽ സൗത്ത് വരെ, ഇത് പാലസ്തീനിയൻസിന് മാത്രമാണ് സ്വന്തം. ഇസ്രയേൽ പുറത്തു പോകണം. പക്ഷേ ഈ ഒരു അറിയിപ്പ് പുറത്തു വന്ന ഉടൻ തന്നെ നെതന്യാഹു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നോർത്ത് മുതൽ സൗത്ത് വരെ ഇസ്രയേലിന്റെ പാദം മാത്രമാണ്. ഞങ്ങളുടെ സെക്യൂരിറ്റി, ഞങ്ങളാണ് അതിന് തീരുമാനം എടുക്കേണ്ടത്. അവിടെയുള്ള സെക്യൂരിറ്റി ഫുള്ള് ഞങ്ങളുടേതാണെന്ന് പറയുന്നു. ഇതിന് ഹൂതീസ് മുതൽ എല്ലാവരും എതിർപ്പറിയിക്കുന്നുണ്ട്. നെതന്യാഹു അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ മാറ്റുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല. അവരുടെ കണക്ക് പ്രകാരം ഇസ്രയേൽ മുതൽ പാലസ്തീൻ വരെ ഇസ്രയേലായി തന്നെ മാറണം.
അതിനുശേഷം ഇവർക്ക് ജീവിക്കാനായി, ഇവർക്ക് വസിക്കാൻ വേണ്ടി മാത്രമായി കുറച്ച് സ്ഥലം മാറ്റി കൊടുക്കണം. അതിനുശേഷം അവരുടെ സെക്യൂരിറ്റി ഫുള്ള് ഇസ്രയേലിന്റെ കൺട്രോളിലായിരിക്കണം. ഇങ്ങനെയാണ് അദ്ദേഹം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും നടക്കില്ല, നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നും ഹമാസ് പറയുന്നു. സോ ഓവറോൾ ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം എന്നത് ഇസ്രയേൽ ഈ യുദ്ധം അവസാനിക്കുമ്പോൾ എന്താണോ തീരുമാനിക്കുന്നത് അത് ബേസ് ചെയ്തിട്ടാണ് ഉള്ളത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, ബൈഡൻ ഈസ് കറക്റ്റ് എന്ന് UK ഷാഡോ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ UK എന്താണ് പറഞ്ഞത്? UK എന്താണ് ചെയ്തത് എന്ന് നോക്കണമല്ലോ. UK ഏകദേശം 50 തവണ ഗാസയിൽ സ്പൈ വർക്ക് ചെയ്തിരിക്കുന്നു. ആ റിപ്പോർട്ടുകൾ എടുത്ത് ഇസ്രയേലിന് കൈമാറിയിട്ടുമുണ്ട്. ഗാസയിലെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? ഹമാസ് എവിടേക്കാണുള്ളത്? അവരുടെ ടണൽ സ്ട്രക്ചർ എവിടെയാണുള്ളത്? ഹമാസിന് അനുകൂലമായുള്ളവർ എവിടെയാണുള്ളത്? അവരുടെ സ്ട്രോങ് പോയിന്റ് എന്താണ്? അവരുടെ വീക്ക് പോയിന്റ് എന്താണ്? അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടേക്കാണുള്ളത്? അവരുടെ പ്ലാനിംഗ് സ്റ്റേഷൻ എവിടെയാണുള്ളത്? അവരുടെ ഓയിൽ ഡിപ്പോട്ട് എവിടെയാണുള്ളത്? ഇങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും സ്പൈ വർക്ക് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇസ്രയേലും ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാകും. എന്നാലും UK അവരുടെ സപ്പോർട്ടിന് വേണ്ടി ഇസ്രയേലിന് അനുകൂലമായി ഞങ്ങളുമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി 50 തവണ ഗാസയിൽ സ്പൈ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുത്തത് മാത്രമല്ല, അതെല്ലാം ഇസ്രയേലിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഒരു ചെറിയ രാജ്യത്തെ ഉറ്റുനോക്കാൻ ഇത്രയും വലിയ രാജ്യങ്ങൾ, ഇത്രയും വലിയ മോൺസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഇസ്രയേലിന് മാത്രമല്ല ഗാസ ഭാഗം നശിക്കണമെന്ന സ്വപ്നമുള്ളത്. UKയ്ക്കും അതേ നിലപാടാണുള്ളത് എന്ന് ഇപ്പോൾ മനസ്സിലാക്കാം. സോ ഇന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് ടാർഗറ്റ് ഉണ്ട്, പോയി നശിപ്പിക്കൂ എന്ന ഇൻസ്ട്രക്ഷൻ UK ഇസ്രയേലിന് കൊടുക്കുന്നു. അടുത്തത് ഖാൻ യൂനസ്. ഇവിടെയാണ് ഇപ്പോൾ ഇസ്രയേൽ അധികമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സ്ഥലത്താണ് അധികമായ ഹോസ്പിറ്റൽസ് ഉള്ളത് എന്നും നമുക്കറിയാം. അവിടെ പൊതുനിരത്തുകളിലൂടെ കുറച്ച് ലീഫ്ലെറ്റ്സ് പറന്നു പോകുന്നു. അതിൽ 70 പേരുടെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേലിലുള്ള 70 പേരുടെ ഫോട്ടോസാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്ന ഫോട്ടോയിലുള്ളവർ എവിടെയാണെന്നുള്ളത് ആരെങ്കിലും കണ്ടുപിടിച്ച് തരികയാണെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും അറിയാവുന്നവർ പറയുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചോളാം, അതിൻ്റെതായ പ്രതിഫലവും കിട്ടും. അതല്ലാത്തവണ്ണം തിരിച്ചടി ഉണ്ടാകുമെന്നും ഇസ്രയേൽ അതിൽ രേഖാമൂലം കൊടുത്തിരിക്കുന്നു. സോ ഇപ്പോൾ ഹമാസിന്റെ പക്കലുള്ള ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യാനുള്ള, രക്ഷപ്പെടുത്താനുള്ള ഏക മാർഗം അവിടെയുള്ള ജനങ്ങൾ മാത്രമാണ്. അവർക്ക് അനിഞ്ഞാൽ മാത്രമേ, അവർക്ക് അറിയാമെങ്കിൽ പറഞ്ഞാൽ മാത്രമേ ഈ 70 ഹോസ്റ്റേജസിനെയും ഇസ്രയേലിന് തിരിച്ചു പിടിക്കാൻ പറ്റുകയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. മൊസാദ് അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർക്ക് ഗാസ ഭാഗത്തേക്ക് പ്രവേശിച്ച് ബന്ദികളാക്കിയവരെ രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന ചോദ്യം ഇപ്പോഴുമുണ്ട്. നമുക്ക് തന്നെ ആ ഒരു ചോദ്യം ഉണ്ടാകാം. അങ്ങനെ വരുന്ന സമയത്ത് ബന്ദികളാക്കിയവരുടെ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, കൊച്ചുമക്കൾ ഇവരൊക്കെ എന്ത് ചെയ്യും? ഇവരെല്ലാം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, നെതന്യാഹുവിന്റെ വീടിന്റെ ഫ്രണ്ടിലായി ടെന്റ് അടിച്ച് അവിടെ തന്നെ താമസിക്കുന്നു. ഞങ്ങൾ എവിടെയും പോവില്ല, ഞങ്ങളുടെ ബന്ദികളാക്കിയ ഞങ്ങളുടെ ബന്ധുക്കളെ തിരിച്ചു കൊണ്ടുവന്നേ മതിയാകൂ. ബന്ദികളാക്കി എന്ന് പറയുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല? നിങ്ങൾക്ക് അധികാരമുണ്ട്, നിങ്ങൾക്ക് എന്തും ചെയ്യാമല്ലോ എന്ന രീതിയിലുള്ള പല ശബ്ദങ്ങളും അവിടെ ഉയരുന്നുണ്ട്. ഒന്നുകൂടി എടുത്തു പറയണമെങ്കിൽ ഇസ്രയേലിനുള്ളിൽ തന്നെ ഇസ്രയേലിനെതിരായ ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഖാൻ യൂനിസ് എന്ന ഭാഗത്ത് മാത്രമാണോ ഇപ്പോൾ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല. 20-ാം തീയതി രാത്രിയും 22 അമേരിക്കൻ സിറ്റിസൺസിനെയും ബന്ദികളാക്കിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തത് മാത്രമല്ല, നിരവധി പേരെ കാണാനില്ല എന്നൊരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അടുത്തത് ഇന്തോനേഷ്യ ഡിപ്ലോമേറ്റ് പറഞ്ഞിരിക്കുന്നു, പാലസ്തീന് അനുകൂലമായി ഞങ്ങളുമുണ്ട്, പാലസ്തീന് ഫുൾ സപ്പോർട്ട് ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നൊരു വിവരം പുറത്തു വന്നു. അടുത്തതായി ഇസ്രയേലിന്റെ ആർമിയും സെറ്റ്ലേഴ്സും കൂടി 1124 അറ്റാക്ക് വെസ്റ്റ് ബാങ്കിൽ പാലസ്തീനിയൻസിനെതിരെ ചെയ്തിട്ടുണ്ട് എന്നൊരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഈ 1124 അറ്റാക്കിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നൊരു വിവരം ഇതുവരെ ഒഫീഷ്യലായി പുറത്തു വന്നിട്ടില്ല. പക്ഷേ നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു വിവരം പുറത്തു വന്നു. ഇപ്പോൾ നിരവധി വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. ഇസ്രയേൽ ഗാസ യുദ്ധത്തിൽ ഗാസയ്ക്കെതിരായി, പാലസ്തീനിയൻസിനെതിരായി UK സ്പൈ വർക്ക് ചെയ്തത് മുതൽ അമേരിക്ക ഗാസയ്ക്കെതിരായി, പാലസ്തീനിയൻസിനെതിരായി മറ്റു പല രാജ്യങ്ങളെ ഒന്നുചേർക്കുന്നത് വരെ നിരവധി അപ്ഡേറ്റുകൾ. ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.